അപ്പോൾ എല്ലാവർക്കും SSKSH ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ് തോല് വെച്ചുള്ള ഒരു ഉപ്പേരിയാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പച്ചക്കായയുടെ തോല് എടുക്കേണ്ടതുണ്ട്. തോല് എടുത്തിട്ട് തോല് നല്ലോണം ഒന്ന് മുറിച്ചിടുന്നുണ്ട്. നല്ലോണം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ്. ഇതിപ്പോൾ നല്ല ചെറിയെന്ന് പറയുന്ന നേരം അത്രക്കൊന്നും ചെറുതാവേണ്ട, ചെറുങ്ങനെ ഒന്ന് ചെറുതായ രീതിയിൽ മുറിച്ചെടുക്കണം. ഇനി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലോണം അത് കഴുകേണ്ടതുണ്ട്. ഇതിപ്പോൾ മുറിച്ച് കഴിയാനായിട്ടുണ്ട്, ഇപ്പോൾ കഴിയും. ഇനി ഇത് കഴുകണം. നല്ലോണം വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഇത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. നല്ലോണം കഴുകാണ്. കുക്കറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ ഇതൊന്നും കൂടി കഴുകുന്നുണ്ട്. ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കഴുകിയതിന് ശേഷമാണ് വീണ്ടും അത് ബാക്കി ചെയ്യുന്നത്. ഇതാണ് ഒന്ന് കുക്കറിലേക്ക് മാറ്റുക. വെള്ളം കുറച്ച് പാടില്ല, അങ്ങനെ എടുക്കുക. വെള്ളം ഇത്തിരി പോലും പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ കുക്കറിലിട്ട് ഇത് പൂട്ടണം. കുക്കർ പൂട്ടി അടുപ്പത്ത് വെക്കാണ്. 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് മഞ്ഞൾ ഉപ്പ് ഇടുന്നുണ്ട്. മഞ്ഞളും കല്ലുപ്പും ഇടുന്നുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് തീ നല്ല കുറച്ച് നേരം സിമ്മിലിട്ട് ഒന്ന് കൂട്ടിയെടുക്കുകയാണ്. ഇത്തിരി കടുക് ഇടുന്നുണ്ട്. കടുക്. ഈ വീഡിയോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ കടുകിട്ട് നല്ലോണം പൊട്ടി വരാനായിട്ടുണ്ട്. ഇതിപ്പോൾ പൊട്ടുന്നുണ്ട്. കറിവേപ്പില ഇട്ടാൽ നല്ലോണം ഇത് പൊട്ടുന്നതാണ്. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമ്മൾ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ചമ്മന്തി എന്ന് പറയുമ്പോൾ പച്ചമുളകും ചെറിയുള്ളിയും ഉപ്പും ഇട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. ചെറുള്ളിയാണ് ഇടേണ്ടത്. തേങ്ങ കുറച്ചിടുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ടാണ് അതൊന്ന് അരിച്ചെടുക്കുന്ന വീഡിയോ പോയപ്പോഴാണ് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് ചമ്മന്തിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടാവുന്ന രീതിയിൽ നമ്മൾ നല്ലോണം എടുക്കണം. പൂളൊക്കെ വറവിടുന്നത് മാതിരി നമ്മൾ ഈ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ബാക്കി പരിപാടികൾ നോക്കാം. ഇതിപ്പോൾ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച കായ്ത്തോല് ഇടുന്നുണ്ട്. അതിട്ട് ഒന്നും കൂടി നമ്മൾ ഇളക്കണം. നല്ലോണം വടിച്ചിടുന്നുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കുക. ചമ്മന്തിയും കായൊക്കെ നല്ലോണം പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ കായിൻ്റെ മഞ്ഞ കളറൊന്ന് ഏകദേശം ഒരു പച്ച കളറായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കണം. ചെറിയൊരു പച്ച ഒന്നും കൂടി അതിന്മേൽ ഒരു കാണും, അതുവരെ നമ്മളൊന്ന് ഇളക്കുന്നുണ്ട്. നമ്മളിത് ഇളക്കുന്ന നേരം തീ അടിയിൽ പിടിക്കാണ്ട് ഈ ഉപ്പേരി നോക്കണം. ഉപ്പേരി ഇളക്കിക്കൊണ്ടേ നിൽക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളിത് ചൂടാകുന്നുണ്ട്. ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ പാത്രത്തിലേക്ക് ഇടാവുന്നതാണുള്ളൂ. പക്ഷേ ഒന്നും കൂടി നല്ലോണം ഒന്ന് നമുക്ക് ചൂടാക്കണം. തീയില്ലാതെ അതൊന്ന് ഇളക്കണം. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എല്ലാം എടുക്കാം. ഇത് നല്ലോണം നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്.